ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂ ഇയർ ആയിട്ട് നമ്മളിടുന്ന ആദ്യത്തെ വീഡിയോയാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ ഗുരുവായൂർ പോവാം കേട്ടോ. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയി. നമ്മൾ ഫസ്റ്റ് തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ കാണിക്കൊക്കെ ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഭസ്മമൊക്കെ തൊടിയിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് എന്തോ മഞ്ച് വേണമെന്നും പറഞ്ഞ് ഇതേ ഒരു കടയിലും കൂടെ കയറി ഞാൻ അങ്ങനെ കടയിലോട്ട് ഞാൻ പോവുക കേട്ടോ. അങ്ങനെ കടയിലൊക്കെ കയറി ഇറങ്ങി വന്നിട്ട് നമ്മൾ യാത്ര തുടരുവാണ്. ഗുരുവായൂർ പോയി തൊഴാന്ന് കരുതിയായിരിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ തലയോലപ്പറമ്പെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവുക കേട്ടോ. ഇടയ്ക്ക് കാണുന്ന നല്ല എന്താ പറയുന്നത്, നല്ല വഴികളും അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഗുരുവായൂർ ചെന്നിട്ടാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. ഇതുപോലൊരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ കേട്ടോ. നമ്മൾ അങ്ങനെ തലയോലപ്പറമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ പിന്നെ ഇപ്പം എറണാകുളമായി കേട്ടോ. എറണാകുളമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര വെയിലായി തുടങ്ങി. ഞാനിങ്ങനെ കുറേ നേരമൊക്കെ വെയിലടിച്ചു. ഞാൻ പറഞ്ഞതേ ഭയങ്കര ടാനായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്നോട് കുഞ്ഞാപ്പിക്കുട്ടൻ പുറകിൽ നിന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓയിൽ തേച്ചാൽ മതിയല്ലോ, ടാനെല്ലാം പമ്പ കിടക്കുമല്ലോ. എങ്കിലും നല്ല വെയിലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വാഗയാന്ന് തോന്നുന്നത്. അവിടെയൊക്കെ നിറച്ചുമുണ്ട് കേട്ടോ, നിറച്ചും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ യാത്ര തുടരുവാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മരം കാണുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അത് നല്ല വെട്ടി നിർത്തിയേക്കുന്ന രീതിയിൽ മെയിൻ റോഡിലെ 2 സൈഡിലും നല്ല തണൽ വൃക്ഷമായിട്ടും ഒക്കെ. ഇത് കണ്ടോ, കൂടുതലും എറണാകുളത്ത് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലാറ്റുകളല്ലേ ചുറ്റിനും. പിന്നെ ഈ മരം ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഭംഗി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടോ, ഞാനിങ്ങനെ കുറേ സമയം ഈ വാഗയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് ഞാനിപ്പോൾ എവിടെ ഇരുന്നാന്നറിയുമോ വോയിസ് കൊടുക്കുന്ന എറണാകുളത്ത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളിവിടെ സ്റ്റോളിൽ കയറി കേട്ടോ, എക്സിബിഷൻ നടക്കുന്നിടത്ത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസും കുറച്ച് സൗണ്ടുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് വെച്ചപ്പോഴേക്കും ഞാൻ പിന്നെ നിർത്തി വെച്ചിട്ട്, അതാണ് ഇത്രയും നേരം കോപ്പിറൈറ്റ് കിട്ടുമെന്ന് ഓർത്ത് പിന്നെ ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കാൻ തുടങ്ങിയത്. കണ്ടോ, കുറേ ലുലു മാളും ഒക്കെ നമ്മൾ കണ്ടങ്ങ് പോയി. പിന്നെ അവിടെ ഒന്നും ഇറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഞാനിങ്ങനെ മൂടി പുതച്ചാ കേട്ടോ വണ്ടിയിലിരുന്ന്. ഗ്ലാസ് താത്തിട്ടേക്കുവാണെങ്കിലും ഭയങ്കര വെയിൽ. നമ്മുടെ ആ ഒരു സൈഡിലായിരുന്നു വെയിൽ. അപ്പോൾ എൻ്റെ കയ്യും എല്ലാം കറുത്ത് പോയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മൾ കുറേ സമയം കേട്ടോ, കുറേ സമയം നമ്മൾ ഭയങ്കര ചൂടും വെയിലും ദാഹവും ഒക്കെ ആയിരുന്നു. നമ്മൾ ഓറഞ്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വഴിയിൽ കൊണ്ടാണ് പോയത്. ഞാനിങ്ങനെ ഇതെല്ലാം കളഞ്ഞ് എല്ലാവരുടെയും ബായി കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഭയങ്കര ചൂടാകട്ടോ. ഇപ്പോഴത്തെ ഒരു ടൈമിലെ യാത്രയെന്ന് പറയുന്നത് ഭയങ്കര ചൂട് കേട്ടോ. ഭയങ്കര ചൂടും വെള്ളം കുടിക്കാൻ ദാഹിക്കുകയും അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം വെള്ളം മേടിക്കുകയും ഓറഞ്ചും ഒക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു 5 മണി 6 മണി ആകുന്നിടം വരെയും ഭയങ്കര ചൂടും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഒരു 5:30 6 മണിയൊക്കെ ആകാറായി. നമ്മൾ ഗുരുവായൂർ അടുക്കാറായി കേട്ടോ. ഗുരുവായൂർ അടുക്കാറാവുമ്പോഴേക്കും നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമല്ലേ. എന്താണെന്നൊന്നും അറിയില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കങ്ങോട്ടൊരു എനർജി കയറുമല്ലേ. ദൈവമേ, എന്താണെന്നറിയില്ല. എന്തോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആയിട്ടായിരിക്കും. ഭയങ്കര തിരക്കായിരുന്നു.
അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ നമ്മളവിടെ ചെന്നു. നമ്മൾ റൂം എടുക്കാൻ കയറി. അർച്ചന എന്ന് പറഞ്ഞത് ഈ ലോഡ്ജായിരുന്നു. നമ്മളെപ്പം പോയാലും എടുക്കുന്ന ലോഡ്ജാണ് കേട്ടോ. അപ്പം ആ ചേട്ടൻ ചോദിക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളായല്ലോ കണ്ടിട്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളവിടെ റൂം എടുത്തു. അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഇത് റൂമിൻ്റെ എന്തോ സൈൻ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ വേണമല്ലോ. അങ്ങനെ നമ്മൾ 2ാം നിലയിലായിരുന്നു റൂം കേട്ടോ. അങ്ങനെ അവർ ഓടി കയറുന്നുണ്ട്. ഞാൻ പതുക്കെ വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് ഞാൻ പതുക്കെ കയറുവാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. നല്ല സൗകര്യമുള്ള റൂമായിരുന്നു കേട്ടോ. 1600 രൂപ. നമ്മൾ 4 കൊച്ചു കട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള ബാത്റൂം. എല്ലാവർക്കും അറിയാമല്ലോ ഗുരുവായൂരമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള റൂംസൊക്കെ നല്ല വൃത്തി, നല്ല ഇതൊക്കെയല്ലേ. പിന്നെ ഞങ്ങളിവിടെ ദേഹമൊക്കെ ഒന്ന് കഴുകി. അങ്ങനെ ഇട്ടുകൊണ്ട് പോയ ആ ചുരിദാറും ഡ്രസ്സും ഒക്കെ തന്നെയായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ എല്ലാം മാറി ദേഹമൊക്കെ കഴുകി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഇറങ്ങി. അമ്പലത്തിൽ ചെന്നപ്പോഴല്ലേ ഭയങ്കര ആൾ. ഞങ്ങൾ അത്താഴ ശീവേലി തൊഴാവുന്നോർത്തുകൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ. ഇത്രയും ദൂരമേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ലോഡ്ജിൽ നിന്ന് ഒരു കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേനും അമ്പലം അവിടെ നിന്നാൽ തന്നെ അമ്പലം കാണാം കേട്ടോ. അങ്ങനെ ഭഗവാനെ ഒന്ന് നന്നായിട്ട് തൊഴാവുന്നോർത്തുകൊണ്ട് നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ നടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കി. എവിടെയെങ്കിലും കുറച്ച് ക്യൂ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി. പക്ഷേ ഭയങ്കര ആളായിരുന്നു. നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒക്കെ തൊഴുതു. അല്ലാതെ ക്യൂ ഒരു നിശ്ചിത സമയം വരെ ക്യൂവിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെന്ന സമയം എല്ലാം ക്ലോസ് ആയിപ്പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റ് തൊഴാവുന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മൾ വെളിയിൽ കൂടെ എല്ലാം നടന്ന് അകത്തൊരുപാട് സമയം നമ്മൾ നിന്ന് കേട്ടോ. ഒരു 9 മണി വരെ നമ്മൾ ഭഗവാന്റെ അമ്പലത്തിൽ പ്രദക്ഷിണ വഴികളിൽ കൂടെയൊക്കെ നമ്മൾ അങ്ങനെ നടന്നു. നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. എല്ലാവർക്കും ഈ ഫീലിങ്സ് ഉണ്ടോ അതോ എനിക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം എന്നെ കളിയാക്കും കേട്ടോ. ശുഭയ്ക്ക് പ്രത്യേക എനർജി കയറിയെന്ന്. എനിക്ക് ഓടി നടക്കണം എല്ലായിടത്തും. അമ്പലത്തിനകത്തോട്ട് കുറേ നടന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ താമസിച്ച ലോഡ്ജിൻ്റെ വാതിൽക്ക് മുല്ലപ്പൂക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുഴത്തിന് 60 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ 3 പീസായിട്ട് 100 രൂപ കൊടുത്തിട്ട് 3 പീസാക്കി തരാൻ പറഞ്ഞു. അയ്യോ, മുല്ലപ്പൂ കണ്ടപ്പം അതിലേറെ സന്തോഷം. ഇവിടെ കുറേ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുല്ലപ്പൂ ഇവിടെ എന്തൊക്കെയോ വലിച്ചുകൊണ്ടൊക്കെ പോകുന്നതിൻ്റെ സൗണ്ടാണ്. ഞാൻ സ്റ്റോളിലിരുന്നുകൊണ്ടല്ലേ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെത്തി. വീട്ടിൽ മീൻസ് നമ്മുടെ ലോഡ്ജിലെത്തി. അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ലൈവ് വന്നു കേട്ടോ. ലൈവ് വന്ന് നമ്മൾ പിന്നെ മോൾക്ക് എന്തോ വള വാങ്ങിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം സെറ്റ് മുണ്ട് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതിന് വളയില്ലെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ ആ വാതിക്കലുള്ള കടയിൽ വന്ന് വളയും ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് മേളിൽ നമ്മുടെ റൂമിൽ വന്ന് കയറിയിരുന്നിട്ട് ഞാൻ കുറച്ച് നേരം ലൈവ് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. ഈ വളയെ മേടിച്ച് ഒരെണ്ണത്തിന് 45 രൂപ എങ്ങാണ്ട്. പക്ഷെ നല്ല പോകത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് ഭയങ്കര വിലയല്ലേ, അവിടെയൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ നമ്മൾ വള മേടിക്കാൻ വന്നിട്ട് നമ്മൾ കയറി റൂമിലോട്ട് പോവുക. ഭയങ്കര ക്ഷീണമായി കേട്ടോ. നമുക്ക് ഉറക്കം ശരിയായില്ല. കാരണം തലേദിവസവും ന്യൂ ഇയറിൻ്റെ നമ്മൾ 1 മണിയായി കിടന്നപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് എഴുന്നേറ്റു. അങ്ങനെയൊക്കെ ആയപ്പോൾ മുഖത്തൊക്കെ ഒരു ക്ഷീണം പോലെയൊക്കെ ആയി. നമ്മൾ റൂമിൽ കയറി കിടന്നുറങ്ങി കേട്ടോ. ഇതാണ് മേളിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കതിലെല്ലാം അങ്ങ് നടക്കാൻ ഉറങ്ങാൻ തോന്നിയേയില്ല കേട്ടോ. എങ്കിലും പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ.
ഞാൻ ഈ സെറ്റ് സാരിയും ഈ ബ്ലാക്ക് കളറുള്ള ബ്ലൗസും ഇട്ടത് കേട്ടോ. നിങ്ങളെ ഞാൻ അന്ന് ഉടുത്ത് ഞാൻ നോക്കിയതാണ് കേട്ടോ, എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഞാൻ അന്നൊരു ഷോർട്സൊക്കെ ഇട്ടില്ല, അത് തന്നെ ഞാൻ ഉടുത്തത് കേട്ടോ. ഞാൻ ഉടുക്കാനിരുന്നത് മോളും ഉടുത്തു. അങ്ങനെ ചെരുപ്പൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്നോട് തിരിഞ്ഞൊന്ന് നിന്നേ, പൂവൊക്കെ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മൾ ഇറങ്ങുക കേട്ടോ. നമ്മൾ ഇറങ്ങി. ഞാൻ പറയുമായിരുന്നു മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം പോലെ, ഉറക്കം 2 ദിവസം ഉറക്കം ഇല്ലാത്തതിൻ്റെ എന്നൊക്കെ ഞാൻ പറയുക കേട്ടോ. അങ്ങനെ ദേ മോള് സെറ്റും മുണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ നല്ല പോലെ കൺകുളിർക്കെ കണ്ട് തൊഴുതിട്ട് വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ റൂമിൽ വന്നു, വീണ്ടും ചുരിദാറൊക്കെ എടുത്തിട്ടു. നമ്മളങ്ങനെ അവിടുന്ന് തിരിക്കുക കേട്ടോ. ദേ അവിടുന്ന് പോന്നു. ഈ ഒരു പ്രത്യേക ഒരു സുഖമല്ല. ഗുരുവായൂർ വിടുമ്പം തന്നെ മനസ്സിനൊരു സങ്കടമാണ് എനിക്ക്. ഞാനപ്പം പറയുമായിരുന്നു, ഇനി എന്നാ വരുന്നത്, ഇനി എന്നാ കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോരുക കേട്ടോ. ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് പോരുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഓടിക്കുന്ന ആൾക്ക് ഉറക്കമൊന്നും വരാതിരിക്കും. ഞങ്ങൾ എല്ലാവരും കലവില സംസാരിച്ചുകൊണ്ടായിരിക്കും. ശകല നേരം ഞാൻ മിണ്ടായിരിക്കുമ്പോൾ എന്നോട് ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഉറങ്ങിയില്ലെന്ന് ഞാൻ പറയും. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങളിങ്ങോട്ട് പോരും വഴി ദേ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ഒരു സാധനം നൊങ്കെന്നല്ലേ ഇതിൻ്റെ പേര്. അപ്പം ഇങ്ങനെ വഴി വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരെണ്ണമെങ്കിലും എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി. ഞങ്ങൾ 10 എണ്ണം 100 രൂപ കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു തണുപ്പല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ആർക്കും ഇഷ്ടമില്ല, ഞാൻ മാത്രം കഴിച്ചു. ചേട്ടനാണെങ്കിൽ ഇത് കഴിക്കാൻ കൊടുത്തിട്ട് തുപ്പിക്കളയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കഴിച്ച് നോക്ക്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്കിങ്ങനെയുള്ള ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവർക്കൊക്കെ ഞാനപ്പം പറഞ്ഞു കുറച്ച് മിച്ചറോ കടലയോ ഒക്കെ ആയിരുന്നു വലിയ ഇഷ്ടമായതിനെന്ന് ഞാൻ പറയുക. വണ്ടി ഇരുന്നേ തുപ്പിക്കളയുന്ന രംഗമാണ് കണ്ടോ മുഖം ഇരിക്കുന്നത്. എന്തൊക്കെയോ എന്നെ പറയുന്നുമുണ്ട്. ഞാനിതേ ഫുൾ അവിടെ ഇരുന്ന് കഴിച്ചു. അതിന് എന്നെ കിടന്നുണ്ടോ പറയുക, വേണ്ടാത്ത സാധനങ്ങളൊക്കെ പന്ന സാധനങ്ങളൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പറയുന്നൊക്കെ. ഞാൻ മൈൻഡ് ചെയ്തൊന്നുമില്ല, ഞാനിരുന്നങ്ങ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഇഷ്ടമില്ല. അയ്യോ അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇനി പോരാൻ തുടങ്ങുക കേട്ടോ. ഇടയ്ക്ക് വണ്ടി നിർത്തി ഇഷ്ടം പോലെ വെള്ളമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തിറങ്ങി. എറണാകുളത്ത് ഇവരുടെ എക്സിബിഷൻ നടക്കുന്ന സ്റ്റോളിലെത്തി. നിറച്ച് ഫ്ലവർ ഷോയാകട്ടോ. എല്ലാവരും തളർന്നൊക്കെ ആയിരിക്കുന്നെങ്കിലും ഫ്ലവറൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു എനർജി വന്നു. അങ്ങനെ ഞങ്ങൾ ഇതിലെല്ലാം നടന്ന് അവിടെ ഈ മത്സ്യകന്യക ഇപ്പം എല്ലാ സ്റ്റോളുകളിലും എക്സിബിഷനൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ മത്സ്യകന്യക. അത് കുറേ നേരം ഞാൻ അവിടെ നിന്ന് കേട്ടോ. ഇത് നമ്മളെ ഫ്ലവറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഒരു സ്പേസാണ്. എന്നാലും കൊള്ളായിരുന്നു, കോട്ടയത്തെക്കാട്ടിലും കുറച്ചൊക്കെ കൊള്ളായിരുന്നു എന്നേ ഉള്ളൂ. വലിയ ആളൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഇതിലൊക്കെ നടന്നു, ഫ്ലവറൊക്കെ കുറേ കണ്ടു. പിന്നെ ഒരു മാൻ ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചുറ്റിനും കുറേയൊക്കെ നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ മത്സ്യകന്യകയുണ്ട് കേട്ടോ. നല്ല രസമാണ്. അതിവിടെ കുറേ മീനെയൊക്കെ പിടിച്ചിട്ട് കുറേ ഒരു കുളം പോലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കലൂർ സ്റ്റേഡിയത്തിലാണ്, എറണാകുളം. പിന്നെ ഈ എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ ആയിരിക്കുന്നത്, ഒറിജിനൽ ഫ്ലവറൊന്നും അധികം കണ്ടില്ല. എന്നാലും അവരുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കാണാനുണ്ട്. ഈ പ്രാവശ്യത്തെ കോട്ടയത്തെക്കാട്ടിലും കുറച്ചൊക്കെ ഒരു മെച്ചം തോന്നി. പക്ഷേ ആൾ തീരെ കുറവാണ് കേട്ടോ. ഇനി സൺഡേ സാറ്റർഡേ ഒന്നും അറിയത്തില്ല, ഭയങ്കര ആളായിരിക്കും. പിന്നെ ഞങ്ങൾ ചെന്ന സമയവും ഉച്ച സമയമല്ലേ, അതുകൊണ്ട് ആളൊന്നും അധികമില്ലായിരുന്നു. അതുകൊണ്ട് നല്ല പോലെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇതിനകത്തൊക്കെ ഫിഷ് ടാങ്കാണ് കേട്ടോ ഇതൊക്കെ.
കാണാൻ കൊള്ളാം, കാണാൻ രസമുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഇതൊക്കെ കാണുന്നതല്ലേ, അതുകൊണ്ട് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. പിന്നെ മത്സ്യകന്യക സൂപ്പറായിരുന്നു കേട്ടോ. 2 ലേഡീസാണേ. അവർ ഈ പറഞ്ഞ പോലെ മത്സ്യത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വെള്ളത്തിനകത്തൂടെ ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് അങ്ങോട്ട് കയറിപ്പോകുന്ന ഒരു എൻട്രൻസ് ആണേ. ഇത് രണ്ടിനകത്ത് ജെൻസാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ കുറേ നേരം ഇങ്ങനെ നമുക്ക് നിൽക്കാൻ തോന്നും, നല്ല രസമാണ്. ഇത് ജെൻസാണ്. പിന്നെ ഇപ്പറേ മാറി 2 ലേഡീസ്, ഇതും പിന്നെ ആ ഒരു ടാങ്കിൽ തന്നെ ഇപ്പറേ സ്ഥലത്തോട്ട് കണ്ടോ, ഇങ്ങനെയൊക്കെ എനിക്ക് ടാറ്റ ഒക്കെ തന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം മേളിലോട്ട് കയറിപ്പോയിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് നമ്മൾ ആര് ചെന്നാലും നമുക്ക് ടാറ്റയൊക്കെ തന്നെ. നിങ്ങളൊക്കെ ഇപ്പം ഇതിനോടകം കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാ എക്സിബിഷൻ സ്റ്റാളുകളിലും ഉള്ള ഒരു കാര്യമാണ് മത്സ്യകന്യക. ഇപ്പറേ ആദ്യം നിൽക്കുന്ന കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. 2 പേരാണ് ഇവർ കേട്ടോ. എല്ലാവർക്കും ടാറ്റയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്ന് തരും. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം പൊങ്ങിപ്പോയി കിടക്കും മത്സ്യകന്യക. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ആരെങ്കിലും പിള്ളേരൊക്കെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ഉമ്മ തരുകയും ടാറ്റ തരുകയും വെള്ളത്തിൽ കൂടെ കിടന്ന് മീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തുഴഞ്ഞൊക്കെ കാണിക്കും നമ്മളെ. ഇത്രയൊക്കെ ഉള്ളൂ. എങ്കിലും കുറച്ച് സമയം അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളല്ലേ, അവരും ജീവിക്കാൻ വേണ്ടി നോക്കി വെള്ളത്തിനകത്തൊക്കെ കിടന്ന് എത്ര നേരം, രാവിലെ മുതൽ രാത്രി 9 മണി വരെ, അല്ല 11 മണിക്കാണോ 2 മണിക്കാണോ കറക്റ്റ് സ്റ്റോൾ തുടങ്ങുന്നതെന്നറിയില്ല. എങ്കിലും അത്രയും സമയം ഇങ്ങനെ കിടന്നൊക്കെ കാണിക്കണ്ടേ. എല്ലാവർക്കും സ്നേഹം കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ അവർ നമ്മളെ ഇതാക്കുന്നുണ്ട് കേട്ടോ. ആരടുത്തോട്ട് ചെന്നാലും അവരെല്ലാം നല്ല രീതിയിൽ ടാറ്റ തരുകയും, ഒരാളിങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരാൾ ഇറങ്ങി വരും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അവിടെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, കുറച്ച് മൃഗങ്ങളുടെ ഫോട്ടോസും അങ്ങനെയൊക്കെ ഒരു ആനമാമയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോള് തീരാൻ പോവാ. പിന്നെ കുറച്ച് നേരമൊക്കെ പിന്നെ നമ്മൾ അകത്തേക്ക് കയറുമ്പം ഫർണിച്ചറിൻ്റെ സ്റ്റോളുണ്ട്. പിന്നെ ബുക്ക് സ്റ്റോള്, ഇവിടെ കുഞ്ഞാപ്പി എന്തൊക്കെയോ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല ഖാദി സിൽക്കിൻ്റെ ചുരിദാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് 2 ചുരിദാർ എടുത്ത് തന്നിട്ടുണ്ട്. നല്ല വിലയാണ് അവർ പറഞ്ഞത്. പിന്നെ അറിയാവുന്നതും കൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ തന്നു കേട്ടോ. എല്ലാം ഖാദി സിൽക്കിൻ്റെ നല്ല സൂപ്പർ ലൈറ്റ് കളറാണ്. ആ പച്ചയും ഒരു ആഷ് കളറുമാണ് ഞാൻ എടുത്തത്. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗി, നല്ല തുണിയാന്ന് തോന്നി. നല്ല ഖാദി സിൽക്കിൻ്റെ നല്ല തുണിയാണ്, അതുകൊണ്ട് അങ്ങ് എടുത്തു പോയതാ. പിന്നെ സാധാരണ സ്റ്റാളിൽ നിന്ന് ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല. പക്ഷേ ഇത് നല്ല സൂപ്പർ തുണിയായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്, ഒരു പച്ചയും ഒരു ആഷ് കളറും. നല്ല ഷോളിനൊക്കെ നല്ല സൂപ്പർ നീളവും വീതിയും. നമ്മുടെ തുണികൾക്കാണേലും നല്ല ഒരു ഖാദി സിൽക്കല്ലേ, അപ്പോൾ നല്ലതാന്ന് തോന്നി. പിന്നെ അച്ചാറിൻ്റെ സെക്ഷനൊക്കെ അവർ നമ്മളെ ഇങ്ങനെ അച്ചാറൊക്കെ ഓരോന്നൊക്കെ എടുത്ത് നമുക്ക് തരുന്നുണ്ട്. സാധാരണ സ്റ്റോളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി ബാക്കി അങ്ങോട്ട്. പിന്നെ പിന്നെ ഇവിടുന്ന് 2-3 ക്ലിപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ പലാസോ പാൻറ്റിനൊക്കെ 500 രൂപ 3 എണ്ണത്തിന്, നമ്മുടെ വീട്ടിലിടാനുള്ള വലിയത് കേട്ടോ. നല്ലാത്തൊരു ഇതുപോലത്തെ ഇത്രയും നല്ല വലിപ്പമുള്ളത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുക, ഡെയിലി യൂസിനൊക്കെ പറ്റിയ 3 എണ്ണം 500 രൂപ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.